താങ്ക്ലെസ് ജോബ്, നന്ദി രഹിത തൊഴിൽ. നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള വിവിധതരം ജോലികളിൽ ചില ജോലികളെങ്കിലും താങ്ക്ലെസ് ജോബിൻ്റെ ഗണത്തിൽപ്പെടും. അതായത് നന്ദി രഹിത ജോലി. എന്താണ് ഇത്? നമ്മുടെ ജോലി കാഠിന്യമായതായിരിക്കുകയും അത് ഉത്തരവാദിത്തത്തോടു കൂടിയും ശ്രദ്ധയോടും കൂടി ചെയ്യുകയും നമ്മളുടെ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും എല്ലാം ഇട്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ചെറിയ അശ്രദ്ധ പോലും ആ എക്യുപ്മെൻറ്റിനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്കോ എല്ലാ അപകടങ്ങൾ വരുത്തി വയ്ക്കാം. അതായത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാവുന്ന പഴിക്ക് കയ്യും കണക്കും ഉണ്ടാവില്ല. എന്നാൽ ഈ ജോലിയുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കെ നമുക്ക് അതിനൊരു സമൂഹത്തിൽ നിന്നൊരു നന്ദിയോ അല്ലെങ്കിൽ അതിനനുസരിച്ച ഒരു റിവാർഡോ, എന്നാൽ അതിനനുസരിച്ച് ഇത് രണ്ടും ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു വേതനമോ ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് നന്ദിരഹിത തൊഴിൽ മേഖലയിൽ പെട്ടുപോകുന്നത്. നമ്മുടെ ഗറാഷ്യൻ മേഖലയിലെ തൊഴിൽ അത്തരത്തിലുള്ളതാണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? പക്ഷേ നിങ്ങളുടെ പലരുടെയും റീലുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു നന്ദിരഹിത തൊഴിൽ മേഖല തന്നെയാണ്. തൊഴിലാളികൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മുതലാളിയിൽ നിന്ന് നന്ദി ലഭിക്കില്ല. മുതലാളി എന്തൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും കസ്റ്റമറിൽ നിന്ന് നന്ദി ലഭിക്കില്ല. ഇനി അവന് ചെയ്ത് കൊടുത്തതിനൊന്നും ഒരു താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ ആ സൈക്കിളിൽ ഒരു നന്ദി തിരിച്ചു കിട്ടുന്നില്ല. ഞാനീ പറയുന്നത് 100% അല്ല കേട്ടോ. 20% പേര് കസ്റ്റമേഴ്സിൻ്റെ കേസായാലും മുതലാളിയുടെ കേസായാലും തൊഴിലാളിയുടെ കേസായാലും അവരെല്ലാം സംതൃപ്തരായിരിക്കും. ബാക്കി 80% കേസാണ് പറയണത്. അപ്പം ഈ പറയുന്നത് നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ 20% പെട്ടെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾക്ക് ഇതിനൊരു പരിഹാരമില്ല. കാരണം കാലങ്ങളായിട്ട് സമൂഹത്തിൽ അടിയുറച്ചു പോയൊരു വിശ്വാസമാണ് അത്. ആ നന്ദി നമുക്ക് സമൂഹത്തിൽ നന്ദി ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റുന്ന കേസുകളേ ഇല്ല. പക്ഷേ ഇതിനൊരു കോമ്പൻസേഷൻ വേണ്ടേ? കാരണം നമ്മൾ നിലനിൽക്കുന്ന ഒരു മേഖലയല്ലേ ഈ ഗറാഷ്യൻ മേഖല. അതിനെന്താ ചെയ്യാൻ പറ്റുക എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നോക്കിയേ, നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സഹോദരന്മാർ കേരളത്തിലേക്ക് വരുന്നത് കേരളീയരോട് അവർക്ക് നന്ദി ഉണ്ടായിട്ടൊന്നുമില്ല. അവരുടെ നാട്ടിനേക്കാളും കൂലി ഇവിടെ കിട്ടുന്നുണ്ടാ. അപ്പോൾ ഇവിടെ വന്ന് നന്ദി കാണിച്ചില്ലെങ്കിൽ കൂലി കൂടുതൽ കിട്ടിയാൽ ആ നന്ദിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് ആൾക്കാർ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ അറബി നാട്ടുകാരോട് സ്നേഹം കൊണ്ടൊന്നുമല്ല. നമുക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാൾ കുറച്ച് ആട്ടുന്നപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുന്ന കൂലി അതൊരു അന്യായ കൂലി ആയതിൻ്റെ പേരിൽ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെയും നമുക്ക് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഗതികേട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങനെയും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കൂടുതൽ ചോദിക്കാനുള്ള ധൈര്യമില്ല. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ഇട്ടിട്ട് പോകുന്ന ആ ഭീതിയുടെ കെട്ടിലാണ് നമ്മൾ കിടക്കുന്നത്. അത് എന്ന് നമുക്ക് പൊട്ടിച്ചെറിയാൻ പറ്റും? കുടം കമത്തി വെള്ളമൊഴിക്കണമെന്ന് അറിയാം, എന്നാലും പറയാതെ വയ്യ. എല്ലാവർക്കും സാധിക്കില്ലായിരിക്കാം. എന്നാലും കുറച്ച് പേരെങ്കിലും ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടില്ലെങ്കിലല്ലോ നമ്മുടെ ഗറാഷ്യൻ മേഖല ധനുഷ്കോടി ടൂറിസം പോലെ ആയിപ്പോവും.